മഹാസമാധി നമ്മൾ ആരാധനാ മഹോത്സവമായിട്ട് കൊണ്ടാടുന്ന ഈ വേളയിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങയുടെ സ്വത്ത് എന്താണ്? അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന കുട്ടികളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഇതാണ് എൻ്റെ സ്വത്ത്. ഏത് തരത്തിൽ ചിന്തിച്ചാലും ഏത് ആംഗിളിൽ നമ്മൾ നോക്കിയാലും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരായ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളാണ്. അപ്പോൾ അത്രത്തോളം കുട്ടികളോട് കരുണയും സ്നേഹവും കാരുണ്യവും ഒഴുക്കുന്ന ശരിക്കുള്ള പ്രേമ കുട്ടികളോട് ചൊരിയുന്നത്. ഈ കാരുണ്യവർഷം സ്വീകരിക്കാൻ കുട്ടികളെ പാകപ്പെടുത്തുക. അത് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വഴി തെറ്റാനോ തിന്മയിലേക്ക് തിരിയാനോ യാതൊരു സാഹചര്യം ഉണ്ടാകുകയില്ല. കുട്ടികളിൽ സ്വയം അവബോധം, നന്മ തിന്മ തിരിച്ചറിവ്, കുട്ടികൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം എന്താണ്, വിദ്യ എങ്ങനെ അഭ്യസിക്കണം, ഗുരുക്കന്മാരോട് എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളെ എങ്ങനെ കരുതണം, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, വിനയം എന്താണ്, സമാധാനം എന്താണ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, എല്ലാത്തിനും അതീതമായി നന്മ തിന്മ തിരിച്ചറിവുണ്ടാക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം. നന്മ തിന്മ തിരിച്ചറിയുന്ന തിരിച്ചറിവ് എന്ന് പറയും. തിരിച്ചറിവ് ആണ് ഏറ്റവും വലിയ അറിവ്. അതുണ്ടായാൽ ആ വ്യക്തി ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ ചരിക്കുകയോ ഒരു ദുഷ്കർമ്മിയാകുകയോ ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ സജ്ജമാക്കുക, അവരെ നന്മയും തിന്മയും. ഇപ്പോൾ ഒന്നാമറിയാം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ചിന്തയ്ക്ക് അതീതമായി ഫാസിനേറ്റിംഗ് ട്രാക്സുകൾ ഈ പഠന ശിബിരം സഹായിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. സ്വാമിയുടെ ഏറ്റവും പ്രിയങ്കരമായ കുട്ടികളുടെ പരിവർത്തനപ്പെടുത്തി ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നതിനുള്ള ഈ സാമൂഹ്യ സേവന പരിപാടിയിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം ശ്രീ സായിനാഥ്. എൻ്റെ പ്രിയപ്പെട്ട സായിമാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ എൻ്റെ ശതകോടി പ്രണാമം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, സമിതി കൺവീനർ, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ കോർഡിനേറ്ററായ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ, എൻ്റെ പേര് നിങ്ങൾക്കറിയായിരിക്കും. എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. ഇപ്പം ഇവിടുത്തെ എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ഷീല, യൂത്ത് ഇൻചാർജസ്, ഗുരുസ്, മറ്റെല്ലാ എൻ്റെ പ്രിയപ്പെട്ട പാരൻസ്, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനകത്ത് എത്തിയിരിക്കുന്നു അല്ലേ? പഠന ശിബിരം. നമുക്കറിയാം ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ. അപ്പം നമ്മൾ അങ്കിള് പറഞ്ഞ പോലെ ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താ ഈ വർഷത്തെ പ്രത്യേകത? ഭഗവാന്റെ 100ാമത്തെ ജന്മദിനമാണ്. അപ്പോൾ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കുട്ടികൾ. അപ്പോൾ ഭഗവാന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 100ാം ബർത്ത്ഡേ സമ്മാനം എന്ന് പറയണത് ഈ കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളും ബാലവികാസ് ക്ലാസ്സുകളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫോട്ടോസമിതി ഇങ്ങനെ ഒരു പഠന ശിബിരം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ പെട്ടെന്ന് സാർ അത് പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് സാർ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാനും അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഭഗവാന്റെ അനുഗ്രഹമാണ് സാറിന് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്യാനായിട്ട് സാറിന് കഴിഞ്ഞത്. അപ്പം ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും സാറിനും ഫോട്ടോ സമിതിയിലെ മറ്റംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് തന്നേക്കുന്ന പഠനശിബിരം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ പഠനശിബിരം വളരെ ഭക്തി ആദരപൂർവ്വം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. സായരാം. ഹലോ, എൻ്റെ ഒരാളുടെ ഹലോ 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 ഉറക്കമാണോ? വിഷമമില്ലല്ലോ? ഇല്ല. ഇവർക്ക് വേണ്ടി ഞാറ് നടന്നൊന്ന് കാണിച്ചു കൊടുക്കാം. ഞാറ് നടന്ന കയ്യിൽ ഇങ്ങനെ ഞാൻ എടുത്തു. ഞാറ് നടുവാൻ
കളയെടുത്തിടുവാൻ ചേറിൽ പുലർച്ചയ്ക്കിറങ്ങിയെന്നാൽ പിന്നെ നട്ടുച്ചയാലാതെ വയൽ വിട്ടു പെണ്ണു കരേറി വരില്ലയത്രേ. അപ്പൊ സീതയെ കുറിച്ച് കേട്ടില്ലേ? സീത ഞാറ് നടാൻ കളയെടുക്കാൻ ഒക്കെ പഠിക്കുകയാണ് അല്ലേ? അപ്പോ അക്ഷരമൊന്നും പഠിക്കാത്ത നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സെന്റിനെ കോസ്റ്റീന് ഉണ്ടോ? ഉണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? എന്തിനാ? എനിക്ക് അന്നും ഇന്നും ഒറ്റ ഉത്തരമേ അവന്റെ മുമ്പിൽ പറയാനുള്ളൂ, മാർക്ക് വാങ്ങുക. മാർക്ക് വാങ്ങുന്നത് എന്തിനാ? അടുത്ത അഡ്മിഷൻ. അടുത്ത അഡ്മിഷൻ എന്തിനാ? അതിന്റെ അടുത്ത അഡ്മിഷൻ. നിങ്ങൾ ഈ അഡ്മിഷന്റെ പുറകെ പോകുമ്പോ സ്വാമി പറഞ്ഞതുപോലെ നിങ്ങൾ പുണ്യപുരാണങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളെക്കാൾ വലുതാണ് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ്. നിങ്ങളൊരു മനുഷ്യനാകാൻ ആകാശത്തിലെ പക്ഷികളെ പോലെ ചിറകടിച്ചു പറന്നുല്ലസിക്കുമ്പോഴും ജലാശയത്തിലെ മീനുകളെ പോലെ കളിച്ചുല്ലസിക്കുമ്പോഴും നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ആരാകണം? നിങ്ങളൊരു മനുഷ്യനാണ്. ഇതേ മൊമെന്റം പിടിച്ചുകൊണ്ട് നാളത്തെ സെഷൻസ് തീരുന്നവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റണം. അപ്പൊ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം. സാര അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് നല്ല ഉച്ചത്തില് നല്ല വ്യക്തമായി സംസാരിക്കുന്ന ഒരു അങ്കിളിന്റെ ക്ലാസ് ആയിരുന്നു നമ്മൾ കേട്ടതല്ലേ. ഇനി ആന്റിയുടെ ക്ലാസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ ടി വി കാണാൻ ഇഷ്ടമല്ലേ? ടി വിയിൽ പല പ്രോഗ്രാമും കാണാറുണ്ടല്ലേ? നമ്മൾ ആദ്യം എങ്ങനെയാണ് തുടങ്ങിയത്? കാർട്ടൂൺ കണ്ട് തുടങ്ങി. പിന്നെ ഇപ്പൊ ആർക്കും ടി വി കാണാൻ വലിയ താല്പര്യമില്ല. അതിന് പകരം എന്തിലാണ് താല്പര്യം? മൊബൈലില് അല്ലേ? മൊബൈലിൽ കളിക്കാനും ഗെയിം കളിക്കാനും മൊബൈലില് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണ് മൊബൈൽ ഉപയോഗിക്കുക. നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഇത്രയും പ്രയോജനമുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ നമുക്ക് സഹായിച്ചൂടെ? ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ അറിഞ്ഞൂടാ, ഒന്ന് സഹായിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായിച്ചു കൊടുക്കൂടെ? ഒരു ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ചുറ്റുപാട് ഉള്ളവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്തൂടെ? ഫ്രീ ട്യൂഷനൊക്കെ എടുത്ത് സമയമുണ്ടെങ്കിൽ അല്ലെ? അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഗുണമുണ്ട്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഗുണമുണ്ട്. കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ നമുക്കിപ്പോ കമ്പ്യൂട്ടർ ഉള്ളത്, നമുക്കിപ്പോ ഈ ലൈറ്റ് ഉള്ളത്, ഫാൻ ഉള്ളത്, ഇങ്ങനെയൊക്കെ ഉള്ള പല പല കാര്യങ്ങൾ ഗുണപ്രദമായിട്ടുള്ളത്. പിന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ പല മരുന്നുകൾ കണ്ടുപിടിച്ചതെല്ലാം ശാസ്ത്രജ്ഞന്മാരല്ലേ? ഈ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയറും മാത്രം മതിയായി ലോകത്ത്? ഇവിടുത്തെ മൈക്കൊന്ന് ചീത്തയായി പോയി. നമ്മൾ ആരെ വിളിക്കും? ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കും. ഈ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാനൊരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തു. എല്ലാ നന്മയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ നല്ല കുട്ടികളായിട്ട് വളർന്ന് വലുതായി ഭഗവാന് പറയണം, നോക്കൂ എന്റെ ഫോട്ടോ സമിതിയിലെ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വാങ്ങി അഭിമാനത്തോടെ സ്നേഹത്തോടെ പറയാൻ അവസരം നൽകണം. शक्ति महातेजा सर्वदेव
പങ്കെടുക്കാം. കുട്ടികളെ ഞാൻ എടുത്തു. ഇവർ കോമൺ ആയിട്ട് മോക്ക് ചിലപ്പോൾ കേക്ക് ഇഷ്ടമായിരിക്കും, ഈ കുട്ടിക്ക് ചിലപ്പോൾ ഗുലാബ് ജാമുൻ ഇഷ്ടമായിരിക്കും, ഈ കുട്ടിക്ക് ചിലപ്പോൾ ഐസ്ക്രീം ഇഷ്ടമായിരിക്കും. ഇത് ഫുഡ് മാറ്റർ. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ അതൊന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, 3 പേർക്ക് ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കാര്യം. സായിര, എൻ്റെ പേര് അർച്ചിത. ഞാൻ സായിക പറഞ്ഞു. എന്തുകൊണ്ട് സ്ട്രോബെറി ഇഷ്ടം? നമുക്ക് 3 പേർക്കും ക്യാരംസ് കളിക്കാൻ ഇഷ്ടമാണ്. ചേച്ചി മാസ്റ്റർ അത് എന്താണെന്ന് കാണിച്ചു തരുന്നതാണ്. എല്ലാവരും നോക്കിക്കോ. 1, 2, 3. ഭജരേ മാനസ നിരന്തരം സത്യസായി പാദാംബുജം ഭജരേ മാനസ നിരന്തരം പരമപവിത്രം പാവനചരണം പരമപവിത്രം പാവനചരണം പരമപവിത്രം പാവനചരണം പരമപവിത്രം പാവനചരണം കലിമലദഹനം ശ്രീഗുരുചരണം കലിമലദഹനം ശ്രീഗുരുചരണം കലിമലദഹനം ശ്രീഗുരുചരണം കലിമലദഹനം ശ്രീഗുരുചരണം ഭവഭയനാശന ദുരിതനിവാരണ ഭവഭയനാശന ദുരിതനിവാരണ ഭവഭയനാശന ദുരിതനിവാരണ ഭവഭയനാശന ദുരിതനിവാരണ പതിപുരീശ്വര പങ്കജചരണം പതിപുരീശ്വര പങ്കജചരണം പതിപുരീശ്വര അടുത്ത ആളിലേക്ക് മാറി, അതേ ആക്ഷൻ അടുത്ത ആളിലേക്ക് മാറി, മാറി മാറി അവസാനത്തെ ആക്ഷൻ എത്തിയപ്പോൾ വേറെ ഏതോ ഒരു ആക്ഷനായി അല്ലേ? അപ്പം നമ്മള് ആക്ടർ എന്ന വാക്കിന്റെ ഒന്നാമത്തെ അക്ഷരം എന്താണ്? ചോദിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു ആക്ഷൻ. അപ്പൊ ഒന്നാമത് ഒരു നടൻ എന്ന് പറയുന്നത് അയാൾ എടുക്കുന്ന ആക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു ഫോൺ വരികയാണ്, ഒരു
നിങ്ങളെ പോലെ കറങ്ങുന്ന ഫോൺ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കറക്കി പിടിക്കുന്ന ഫോൺ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാ പറഞ്ഞത് കേക്കട്ടെ. ഞാൻ ഈ കയറി വന്നില്ലേ, കയറി വന്നപ്പോ ടൈമിങ്ങിനെ കുറിച്ചാണ്. പണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ജനിക്കുന്നതിനൊക്കെ വളരെ മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മളെ കുറിച്ച് പരിചയപ്പെട്ടതാണ്. അന്ന് ഞങ്ങൾ നാടകവും ഒക്കെ അഭിനയിച്ച് അല്ലേ, നാടകമൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലമാണ്. ആ കാലത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. അന്ന് തൊട്ടേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രോഗ്രാമൊക്കെ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ മഴ പെയ്യുമ്പോഴേ നമ്മൾ കുത്തല ചുടുവല്ലോ, ഇടി വെട്ടുമ്പോഴേ നമ്മൾ കൊണ്ടേക്കുവല്ലോ. മഴ പെയ്യുമ്പോഴേ നമ്മൾ കുത്തല ചുടുവല്ലോ, ഇടി വെട്ടുമ്പോഴേ നമ്മൾ കൊണ്ടടിക്കുവല്ലോ. രാജപ്പന്താരോ എരിപ്പന്തേരോ, രാജപ്പന്താരോ എരിപ്പന്തേരോ, രാജപ്പന്താരോ എരിപ്പന്തേരോ, രാജപ്പന്താരോ എരിപ്പന്തേരോ, രാജപ്പന്താരോ എരിപ്പന്തേരോ, രാജപ്പന്താരോ എരിപ്പന്തേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങാനാളേ, ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങാനാളേ. മഴ പെയ്യുമ്പോഴേ നമ്മൾ കുത്തല ചുടുവല്ലോ, ഇടി വെട്ടുമ്പോഴേ നമ്മൾ കുത്തലുവല്ലോ. മഴ പെയ്യുമ്പോഴേ നമ്മൾ കുത്തല ചുടുവല്ലോ, ഇടി വെട്ടുമ്പോഴേ നമ്മൾ കുത്തലുവല്ലോ. രാജപ്പന്താരോ എരിപ്പന്തേരോ, രാജപ്പന്താരോ എരിപ്പന്തേരോ, രാജപ്പന്താരോ എരിപ്പന്തേരോ, രാജപ്പന്താരോ എരിപ്പന്തേരോ. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങളെ പോലെ കുട്ടിക്കാലം മനസ്സിലാക്കേണ്ടത് സ്വാമി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ, എല്ലായിടത്തും ഉണ്ടാകണമേ. എൻ്റെ ഏതൊരു പ്രശ്നവും അത് ഞാൻ സ്വാമിക്ക് വയ്ക്കുകയാണ്. എന്ത് പ്രശ്നമാണെങ്കിൽ നിങ്ങളത് സ്വന്തമായിട്ട് എടുക്കരുത്, നിങ്ങളത് അപ്പം സ്വാമിയുടെ പാദത്തിൽ വയ്ക്കുക. അത് ആ സമയം തന്നെ സോൾവ് കഴിയും. നമ്മൾ കൊടുക്കേണ്ട താമസം സോൾവ് ആയി കഴിയും. കാരണം സ്വാമി അമ്മയാണ്. നമ്മുടെ അമ്മേൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറയത്തില്ലേ, അമ്മയാണ് അച്ഛനും അമ്മ. പക്ഷെ നമ്മുടെ അമ്മേൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് പറയത്തില്ല, അമ്മ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് പറയില്ല. അപ്പൊ അമ്മ നമ്മൾ നമസ്കാരം. ജയറാം ചേട്ടൻ കുറേ അധികം കഥകളൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ എനിക്ക് അത്രയും ഒരുപാട് ഈ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. എങ്കിലും പക്ഷെ സായി ഭഗവാന്റെ ഒരു കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ, ഇപ്പം ജയറാം ചേട്ടനെ തന്നെ പരിചയപ്പെട്ടത് ഫ്ലവേഴ്സ് ടിവിയിൽ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് ഒരുമിച്ച് വരികയും, ഞാൻ സച്ചിൻ എന്നുള്ള ആർട്ടിസ്റ്റ്, ജയറാം ചേട്ടൻ. അപ്പം സച്ചിനാണിങ്ങനെ പറഞ്ഞത് പരിചയപ്പെടുത്തിയതും എന്നെ. ഞാൻ സച്ചിനായിട്ട് മുന്നേ പരിചയമുണ്ട്. ഇപ്പം ഇങ്ങനെ സായി ഡിവോട്ടിയാണ്, ജയറാം ചേട്ടൻ ഇങ്ങനെ സായി ഡിവോട്ടിയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നല്ലോ എന്നുള്ളൊരു ഒരു കണക്ഷനാണ് അങ്ങനെ ഉണ്ടായത്. പക്ഷെ ആദ്യം തന്നെ സായി ഭഗവാന്റെ ഒരു കണക്ഷൻ എനിക്ക് അല്ലാണ്ട് വന്നത് നിലവിളക്ക് എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഈ ഭഗവാന്റെ ഇതുള്ള മോതിരമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് എന്തോ എനിക്കറിയില്ല, ഭഗവാനായിട്ട് കണക്റ്റഡ് ആവണമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞത് കൊണ്ടാവാം എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആ ഒരു ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ജസ്റ്റ് ലോക്കറ്റ് പോലത്തെ ഒരു സംഭവം എനിക്കിങ്ങനെ കയ്യിൽ തന്നു. ആർട്ട് ഡയറക്ടറാണ് പുള്ളി, ഉണ്ണി എന്നാ പേര്. ചേട്ടൻ എനിക്കിങ്ങനെ കയ്യിൽ തന്നപ്പോൾ ഞാനത് സ്വീകരിച്ചു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ. എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. അതാണ് ഒരു വലിയ സംഭവം. പല നിങ്ങളെ റാൻഡമായിട്ട് ചോദിക്കുകയാണ്, ലീഡർഷിപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ സോഷ്യൽ സ്റ്റഡീസും
വാല്യൂ എഡ്യൂക്കേഷനും മോറൽ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? സ്കൂളുകളിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ഈ ലീഡർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഗുരുസും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാവരും നമ്മൾ നല്ല ലീഡർ ആവണമെന്ന് പറഞ്ഞ് ഒരുപാട് സെഷൻസ് തരാറുണ്ട്. പക്ഷെ ആരെങ്കിലും നല്ലൊരു ടീംമേറ്റ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അതിനെ പറ്റിയിട്ട് കൺസേൺ ആണ്? എല്ലാവർക്കും ലീഡേഴ്സ് ആവണം. ഞാൻ നിങ്ങളുടെ ചുമ്മാ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ലീഡർ ആവണമെന്നൊരു ആഗ്രഹം വന്നത്? ഒരുപാട് സെഷൻസ് നമ്മൾ കേട്ടു, അതൊക്കെ അതിൽ നിന്ന് നമ്മൾ മോട്ടിവേറ്റഡ് ആയി. എന്തുകൊണ്ട് നമുക്ക് ലീഡർ ആവണമെന്ന് തോന്നുന്നു? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു കറക്റ്റ് ആൻസർ എന്ന് പറയാനായിട്ടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് കറക്റ്റ് ആൻസർ എന്നുള്ള സംഭവമില്ല. എല്ലാം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്സ് ആണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിക്കാണ് അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഭവം, നമുക്ക് ഒരു ലീഡർ ആവണം എന്ന് നമുക്ക് തോന്നുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ലീഡർ ആവണം, നമുക്ക് ലീഡർ ആയാൽ കൊള്ളാം എന്ന് വരുമ്പോഴും എല്ലാവർക്കും കുറച്ച് ഐഡിയകൾ കാണും, കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി മനസ്സിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? നിങ്ങൾ ക്ലാസ് ലീഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, ആയിട്ടുണ്ടല്ലേ? ക്ലാസ് ലീഡർ ആയിട്ടുണ്ട്. ക്ലാസ് ലീഡറിന്റെ ജോലി എന്താണ്? ഇതാണ് കുഴപ്പം. ക്ലാസ് മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബഹളം വയ്ക്കുന്ന ആൾക്കാരുടെ പേര് പോയി ബോർഡിൽ എഴുതും, ടീച്ചർ മാഡത്തിൽ എന്ന് പറയും, ആ ബുക്കിൽ എഴുതും, ടീച്ചർ മാഡത്തിൽ എന്ന് പറയും. അവരെണീറ്റേക്കും ആൻസർ ചെയ്യിപ്പിക്കും. സർക്കിളിന്റെ ഉള്ളിലോട്ടാണ് നിങ്ങൾ കൈ എല്ലാവരും പിടിച്ചിട്ടുള്ള ഈ കൈ നിങ്ങൾ ഒരിക്കലും വിടല്ല കേട്ടോ. ഈ കൈ നിങ്ങൾ വിടല്ലേ, നിങ്ങൾ എല്ലാം സർക്കിളിന്റെ ഉള്ളിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും ഈ കൈ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാതെ, പിടിച്ചു വെച്ചിട്ടുള്ള കൈ ബ്രേക്ക് ചെയ്യാതെ തിരിഞ്ഞു നിൽക്കണം. കൈ സ്ട്രെയിറ്റ് ആവണം. എന്താ ഇപ്പൊ എങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? കൈ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തിരിഞ്ഞു വെക്കണം. നിങ്ങൾക്ക് ഞാൻ ഒരു 5 മിനിറ്റ് തരാമേ. കൈ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ആരും കൈ ബ്രേക്ക് ചെയ്ത് കൈ എങ്ങനെയാണ് പിടിച്ചിരുന്നത് അതുപോലെ തന്നെ വെക്കണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാവരും തിരിഞ്ഞില്ല. ഇതാണ് എൻ്റെ ടാസ്ക്. ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടീമിന് സ്പെഷ്യൽ പ്രൈസസ് ഉണ്ട്. പക്ഷെ ഞാൻ സൊല്യൂഷൻ പറഞ്ഞു തരാതെ ചെയ്യണം. ഇപ്പൊ മനസ്സിലായി സാധനത്തിലേക്ക് ഉള്ള ആൾക്കാർക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ടൈം തുടങ്ങി, ചെയ്തോ? അഭിനയോ ചേട്ടൻ ഇത്ര നേരം ക്ലാസ് എടുത്തത് പറഞ്ഞത് ലീഡർഷിപ്പിനെ കുറിച്ചും നല്ല ഒരു ലീഡർ ടീമായ നല്ലൊരു ലീഡർ വേണം, അതുപോലെ തന്നെ എല്ലാവരും ടീം വർക്കായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു ചീത്ത കാര്യം വന്നാൽ വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും എന്നൊക്കെ. ബാലവികാസത്തിൽ പഠിച്ച കുട്ടിയൊക്കെ തന്നെ അറിയാം, ഒരു മനുഷ്യർ പോലും താഴ്ന്നു പോകില്ല. അത് ഉറപ്പ് കാര്യമാണ്. സ്വാമി അവരുടെ കൈ പിടിച്ച് ഉയർത്തി തന്നെ കൊണ്ടുപോകും. അത് ടീച്ചറുടെ അനുഭവമാണ് കുട്ടികളുടെ. എത്ര താഴ്ന്ന കുട്ടികളും ഒരു മനുഷ്യർ പോലും താഴ്ന്ന ഒരു നിലയിൽ പോയിട്ടില്ല. ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളും ജോലിയായി കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നു. അവർ ഈ പഠിച്ച പാഠങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത്. പിന്നെ ഈ ടീം വർക്കിംഗ് മോൻ പറഞ്ഞു, അത് തന്നെ ശരിക്കും നമ്മളെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ആ സ്ഥലവുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമുക്ക് ആ ഒരു ടീം വർക്കിനെ പറ്റി ഇന്ന് മോൻ പറഞ്ഞത് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതുപോലെ ജീവിക്കാൻ പറ്റും. സ്വാമിയുടെ ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ഉള്ള കാര്യമാണ് ടീച്ചർ പറയുന്നത്. സൈറ ടീം വർക്കും ലീഡർഷിപ്പ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് തരുന്നേ ഉള്ളേ. നിങ്ങളിപ്പോൾ ഓരോരുത്തരോട് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ 3 ആസ്പെക്ട്സിലാണ്. ഒന്ന് നമ്മുടെ കൺവീനേഴ്സ് അടുത്ത ലീഡർഷിപ്പ്, ബാക്കി നിങ്ങളുടെ ഗുരുസും ഈ ഇരിക്കുന്ന എല്ലാവരും എടുത്തിട്ടുള്ള മാനേജ്മെന്റ്, പിന്നെ ഇതെല്ലാം സഹകരിച്ച് ഈ ഇരിക്കുന്ന ടീംമേറ്റ്സ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ പാർട്ടിസിപ്പൻസും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നല്ലൊരു കൈയടി കൊടുക്കണം.
ओम जय जगदीश हरे नारायण नारायण ओम सत्य नारायण 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 ओम सत्य नारायण नारायण ओम सत्य नारायण नारायण ओम जय सद्गुरुदेवा नारायण नारायण ओम सत्य नारायण 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 ओम सत्य नारायण नारायण ओम सत्य नारायण नारायण ओम जय सद्गुरुदेवा नारायण नारायण ओम सत्य नारायण 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 ओम सत्य नारायण नारायण ओम सत्य नारायण नारायण ओम जय सद्गुरुदेवा ओम शांति 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 समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु समस्त लोका